ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നൊരു പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിൽ പുതിയൊരു വ്ളോഗായിട്ട് ഞാൻ വന്നേക്കുക. ഇന്നത്തെ വ്ളോഗിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് വ്ളോഗാണ് കേട്ടോ. ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരേക്കും ചെയ്യാത്ത ഒരു ടൈപ്പ് വ്ളോഗായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിനെ കുറിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അതിന് മുന്നേ ഞാൻ ഇന്നലെ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും ഇതും കൂടെ പുറത്ത് കറങ്ങാൻ പോയതൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് വ്ളോഗിലോട്ടേക്ക് കിടക്കാം. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞങ്ങൾ പള്ളിയിൽ വന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പള്ളിയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രഞ്ചിന് വേണ്ടി പോവാം. നല്ല ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ബർഗറാണ് പറഞ്ഞത്, മിതു ലസാന്യ. ഞങ്ങൾ രണ്ടുപേരും മാത്രമായി ഒന്ന് പുറത്തു പോയിട്ട് കുറച്ചധികം കാലമായി. എപ്പോഴും ഞങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇത് കുറേ നാളത്തേക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ കുറേ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ഭയങ്കര ഫണ്ണും ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഓക്കെ, ഇന്നത്തെ മെയിൻ വ്ളോഗിൻ്റെ ഉദ്ദേശം വന്നിട്ട് ഞാൻ ഈ ഒരാഴ്ച കഴിക്കാൻ പോണ എല്ലാ ഫുഡും ഞാൻ പ്ലാനൊക്കെ ചെയ്ത് മീൽ പ്രെപ്പൊക്കെ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ടായിരിക്കും ഈ ഒരാഴ്ച ഞാൻ ഫോളോ ചെയ്യാൻ പോണത്. സോ ഇങ്ങനത്തെ ഒരു ഐഡിയ ഞാൻ ആദ്യമായിട്ടല്ല കേൾക്കുന്നത്, പക്ഷെ ഞാൻ ഇതുവരെയ്ക്കും ഫോളോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയയിൽ എത്തിയത് തന്നെ ഇസ് ബിക്കോസ് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും, ഞാൻ നാട്ടിൽ പോയി തിരിച്ച് വന്നിട്ട് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും ആ ഒരു തോട്ട് പ്രോസസ്സും അതൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു ടാസ്ക് പോലെ എനിക്ക് തോന്നുമായിരുന്നു. അപ്പോൾ ആ ഒരു തിങ്കിങ് പ്രോസസ്സും ഈ മടുപ്പും ഇതൊക്കെ ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസിഷനിൽ എത്തിയത്. അപ്പോൾ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം. സോ ലെറ്റ്സ് ബിഗിൻ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എഴുതിയിരിക്കുന്നത് സ്മൂത്തി. ഇതൊക്കെയാണ് സ്മൂത്തിക്കുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത്. സെക്കൻഡ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഐ എം നോട്ട് എ സ്മൂത്തി ഓർ എ മിൽക്ക് ഷേക്ക് പേഴ്സൺ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ജസ്റ്റ് ബിക്കോസ് നമ്മൾ ഇങ്ങനത്തെ ഒരു മീൽ പ്രെപ്പും അതിൻ്റെയൊക്കെ ഒരു ഇതിലായതുകൊണ്ട് മാത്രം ഐ എം ജസ്റ്റ് ട്രൈയിങ് ഇറ്റ് ഔട്ട്. ഞാൻ സ്മൂത്തി അങ്ങനെ പുറത്തെടുത്തിട്ടുണ്ട്. ഇത്ര നേരം ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചേക്കുമായിരുന്നു. തണുപ്പ് പോയാൽ പിന്നെ എനിക്കിത് കഴിക്കാൻ തോന്നുന്നത് മണക്കുമ്പോൾ പിന്നെ എനിക്ക് ഒരുമാതിരി വെറും പാലും പിന്നെ അതിൽ പീനട്ട് ബട്ടറൊക്കെ ഇട്ട് കൊണ്ടെടുത്തിരിക്കുന്നത്. ഞാൻ ലഞ്ചിനുള്ള റാപ്പിന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയും വെജിറ്റബിൾസൊക്കെ ബോയിൽ ചെയ്യുക. ഇതാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത ലഞ്ച്. ചപ്പാത്തിയും പിന്നെ മുട്ടയും പിന്നെ റെഡ് ലെറ്റ്യൂസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പൊട്ടേറ്റോയും ക്യാരറ്റും ക്യൂക്കമ്പറും എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുത്തു. കുറച്ച് സോസും കൂടെ വെച്ചു. അപ്പോൾ ഇതാണ് റാപ്പായിട്ട് ഞാൻ കഴിക്കാൻ പോണത്. ഇതാണ് ABC ജ്യൂസ്. നമുക്ക് ഡിന്നർ ഉണ്ടാക്കിയാലോ? ലോഗ് ഔട്ടൊക്കെ ചെയ്തു. ഡിന്നറിൻ്റെ ടൈമായി. 7:30 ആവാറായി. അപ്പോൾ ഡിന്നർ ഉണ്ടാക്കി നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ നേരത്തെ തന്നെയാണ് ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് ലെറ്റ് മീ സീ, റൈസ്, ചിക്കൻ ആൻഡ് വെജിറ്റബിൾസ്. റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വെജിറ്റബിൾസ് ഓൾസോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ചിക്കൻ ഇനി കുക്ക് ചെയ്യണം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഡിന്നർ. റൈസ്, വെജിറ്റബിൾസ്, ദാൽ, പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തു. ചിക്കൻ്റെ നല്ല മണം കേട്ടൊരു കൊത്തിയാവുന്നു. ഞാൻ ഇത് വ്ളോഗും വെച്ചേക്കുക. അപ്പോൾ അത് കണ്ട് കഴിക്കാനാണ് പ്ലാൻ. മിതു മാത്തുമായിട്ട് വീഡിയോ കോളിലാണ്. ഞാൻ മാത്തുവിനെ കാണിച്ചു തരാം. മാത്തുവിനെ ഞാൻ സ്പെഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നിങ്ങളെല്ലാവരോടും. കാരണം എനിക്ക് തോന്നുന്നില്ല ഇവൻ എൻ്റെ വ്ളോഗിൽ ഇതിനു മുന്നേ വന്നിട്ടുണ്ടെന്ന് തന്നെ. ഇവനാണെങ്കിൽ കൊച്ചിയിലാട്ടോ സെറ്റിൽഡ്. അപ്പോൾ എല്ലാ ആഴ്ചയും ഇവൻ ഞങ്ങളെല്ലാവരും ഇങ്ങനെ മാറി മാറി വിളിക്കും. ഞാൻ ഈ കാര്യം അവനോട് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവനിങ്ങനെ എല്ലാ ആഴ്ചയും വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര അപ്രിഷ്യേറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്നെ കൊണ്ട് ഇങ്ങനെ കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ഒന്നും എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യം. പക്ഷേ ഇവനാണെങ്കിൽ ഇവൻ്റെ കിട്ടുന്ന ഫ്രീ ടൈംസിൽ ഞങ്ങളെല്ലാവരും വിളിക്കുന്നതൊക്കെ എനിക്ക്
ഭയങ്കര ശരിക്കും ഞാൻ ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ട ഒരു കാര്യം കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം തീർന്നു. നാളെ ട്യൂസ്ഡേ, നാളെ ഞാൻ ഓഫീസിൽ പോവാം. അപ്പോൾ എത്രത്തോളം എനിക്ക് ആസ് പെർ പ്ലാൻ കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ലെറ്റ്സ് സീ യു ഓൺ ട്യൂസ്ഡേ. ബൈ ബൈ. ഹാപ്പി ട്യൂസ്ഡേ. ഞാൻ റെഡിയായി, ക്യാബിനെ വെയിറ്റ് ചെയ്യുക. അതിനെ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ ഫുഡ് പ്ലാൻ അനുസരിച്ച് ബ്രെഡ് ആൻഡ് എഗ് ടോസ്റ്റാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് പാക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ ക്യാബ് യൂഷ്വലി ഒരു 7:45 അല്ലെങ്കിൽ 8-നുള്ളിൽ വരും. സോ ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകണത്. അല്ലെങ്കിൽ അഥവാ ഇനി ലേറ്റ് ആവുകയാണെങ്കിൽ മാത്രമേ ഞാൻ പാക്ക് ചെയ്യത്തുള്ളൂ. എൻ്റെ ക്യാബ് വിളിച്ചു. ഞാൻ താഴെ പോവാം. ഹായ് വിമല. ഹായ് ശിഖർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തി. ഞാനപ്പോൾ എൻ്റെ ഫുഡ് പ്ലാൻ എടുത്തിട്ട് ഞാൻ സ്നാക്സും പിന്നെ ഡിന്നറിന് എന്താ കഴിക്കാൻ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നോക്കുമായിരുന്നു. ഇനി സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ അപ്പോൾ മേടിക്കാമല്ലോ. അപ്പോൾ സ്നാക്സും ഫ്രൂട്ട്സും പീനട്ട് ബട്ടറാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. രാത്രിത്തേക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയും ചിക്കനും പിന്നെ വെജിറ്റബിൾസിൻ്റെ റാപ്പാണ് ഞാൻ പിന്നെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒന്നും ചെയ്യണ്ട, ചിക്കൻ എനിക്ക് ജസ്റ്റ് ഇന്നലെ ചെയ്ത പോലെ കുക്ക് ചെയ്ത് എന്തെങ്കിലും എടുക്കണം. ഞാനങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി എനിക്ക് കുറച്ച് ജോലികളുണ്ട്, അതും കൂടെ ചെയ്യാനാണ് പ്ലാൻ. ദിസ് ഈസ് മൈ സ്നാക്സ്. ഒരു ആപ്പിൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പീനട്ട് ബട്ടർ എടുത്തുള്ളൂ. നല്ല വിശപ്പുണ്ട്. ലഞ്ച് സാധാരണ ഓഫീസിൽ പോകുമ്പോഴേക്ക് എപ്പോഴും ഞങ്ങൾ 12 മണി അല്ലെങ്കിൽ 12:15 ആകുമ്പോഴേക്കാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി വീട്ടിലെത്തുമ്പോഴേക്ക് തന്നെ 4:30 ആവും. അവന് ഭയങ്കര വിശപ്പ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് ഉടനെ തന്നെ ഞാൻ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് ഞാൻ കഴിക്കാൻ പോവാം. ഓക്കെ. ഞാൻ ദേ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള സോസേജും ക്യാരറ്റും കൂടെ സ്റ്റീം ചെയ്യുക, എന്നിട്ട് ഡിന്നർ കഴിക്കാം. പിന്നെ ലെറ്റസ് ഞാൻ ടേമറിക് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം ഇരിക്കട്ടെ. ഇതാണ് ഇന്നത്തെ ഡിന്നർ. ചപ്പാത്തിയും സോസേജും പിന്നെ ക്യാരറ്റ് ഞാൻ സ്റ്റീം ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യൂക്കമ്പറും ഞാൻ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ലെറ്റസ് ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും ഇട്ടു. പിന്നെ എന്താ ഇട്ടേ, ഒരു ചില്ലി ചെറുതായിട്ട് വെട്ടി ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് ഇതങ്ങോട്ടങ്ങ് മടക്കി കഴിക്കാം. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ അവക്കാഡോയും സ്മാഷ് ചെയ്ത് കുറച്ച് സോസും അതൊക്കെ ഇട്ട് കഴിക്കാൻ പോകും. ഇതാണ് കേട്ടോ എൻ്റെ വർക്ക് ഏരിയൻ്റെ അവിടെയുള്ള വെൻഡിങ് മെഷീൻ. അപ്പോൾ എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് എല്ലാവർക്കും 500 പോയിൻറ്റ്സ് ക്രെഡിറ്റ് ആവും. ആൻഡ് ആ 500 പോയിൻറ്റ്സിൽ നമുക്ക് ഈ വെൻഡിങ് മെഷീനിലുള്ള എന്ത് സാധനങ്ങളും വാങ്ങാം. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇത് വന്നിട്ട് ഞാൻ വെൻഡിങ് മെഷീനിൽ നിന്ന് എടുത്ത ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ വെൻഡിങ് മെഷീൻസിൽ യൂഷ്വലി അല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഫ്ലേവേർഡ് റേസിൻസ് ആണ്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. ഇന്നത്തെ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് നടക്കുന്നത്. പൊട്ടേറ്റോ ബോയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ കറിയല്ല, ചിക്കൻ പെരട്ട് പോലെ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുക. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ മാഷ് പൊട്ടേറ്റോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുള്ളൂ. ഞാൻ ആൽമണ്ട് മിൽക്കാണ് എടുത്തിട്ടുള്ളത്, കാരണം മറ്റു മിൽക്ക് എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. നോക്കട്ടെ എങ്ങനെയായി വരുമെന്ന്. അങ്ങനെ എൻ്റെ മാഷ് പൊട്ടേറ്റോ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ ഗ്രേവി, ചിക്കൻ ഓൾസോ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെജിറ്റബിൾസ് ബോയിൽ ചെയ്യാൻ വെച്ചു. അപ്പം അതും റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നേരെ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്തിട്ട്
ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ ഡിന്നർ ഉണ്ടാക്കി. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് 8 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഡിന്നറൊക്കെ ഉണ്ടാക്കി വെച്ച് എല്ലാം ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ ഫുൾ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് കിച്ചണിനകത്ത് കയറണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കിച്ചണിൽ കയറി ഡിന്നറൊക്കെ ഉണ്ടാക്കിയത്. മിതു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് മിതുവിന് ഒരു സാധനം കൊടുക്കാം. മിതു, എനിക്ക് ഓഫീസിൽ നിന്ന് ഇന്നലെ കിട്ടി. ഇന്നലെ നീ ലേറ്റായിട്ട് വന്നുകൊണ്ട് തരാൻ പറ്റിയില്ല. ഞാൻ മറന്നും പോയി. ഞാൻ വെച്ച് പുറത്ത് വെച്ചിരിക്കും, ഇവിടെ വരുമ്പോഴേക്ക് നീ കയറി വരുമ്പോൾ കാണാറുണ്ട്. പക്ഷെ ഞാൻ മറന്നു. ഇന്നലെ 2 കിട്ടി. അപ്പോൾ ഒരെണ്ണം ഞാൻ കഴിച്ച് ഒരെണ്ണം നിനക്ക് കൊണ്ടുവന്നു. ഞാൻ എൻ്റെ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു. 7:15 എനിക്ക് 8 മണിക്ക് കോളുണ്ട്. അപ്പോൾ അതിന് മുന്നേ കഴിച്ചിട്ട് ഇരിക്കാനാണ് പ്ലാൻ. എനിക്ക് 8 to 10:15 വരെ കോളുണ്ട്. കണ്ടിന്യൂസ് കോള്. എനിക്ക് വയ്യ. അതും വീഡിയോ ഓൺ ആക്കിയിരിക്കണം. അപ്പോൾ പിന്നെ നമ്മൾ നല്ല പ്രസൻറ്റബിൾ ആയിട്ടിരിക്കണമല്ലോ. ഇതാണ് എൻ്റെ ഡിന്നർ. ഞാനിത് ഫുൾ പ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു നല്ലൊരു എസ്തെറ്റിക് രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ റെസിപ്പി പിൻട്രസ്റ്റിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടതാണ്. ഞാൻ ഈസി ആൻഡ് ഹെൽത്തി ഡിന്നേഴ്സ് എന്തൊക്കെയാണെന്ന് തപ്പി നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ വന്നു. പിന്നെ ChatGPT-യിലിട്ട് മാഷ് പൊട്ടേറ്റോൻ്റെ റെസിപ്പിയൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് ഞാൻ മാഷ് പൊട്ടേറ്റോ ഒക്കെ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. ഐ എം സോ എക്സൈറ്റഡ്. Are you hungry? Hello, welcome to day 4 of eating not so boring, not so repetitive and healthy food. ഞാനിപ്പോൾ ഓഫീസ് കഴിഞ്ഞ് തിരിച്ചെത്തിയേ ഉള്ളൂ. അപ്പോൾ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഓഫീസിൽ മിഡ് മോർണിംഗ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടും പിന്നെ കുറച്ച് നട്ട്സും കൂടെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നട്ട്സ് കഴിക്കാൻ പറ്റിയില്ല. ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു. കുറച്ച് നേരം കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങൾ ലഞ്ചിന് പോയി. അപ്പോൾ എനിക്കൊന്ന് 12 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും 4:30 ആയി. നല്ല വിശക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്നാക്സ് എന്തെങ്കിലും കഴിക്കും. പിന്നെ നട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ ഫില്ലിങ് ആയിരിക്കത്തില്ല. അപ്പോൾ ഐ തോട്ട് ഒരു ബ്രെഡ് ബട്ടറൊക്കെ ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന്. കാരണം അത് കഴിക്കും ഒരു ക്രേവിങ്സ് പോലെ. അപ്പോൾ ഞാനത് കഴിക്കട്ടെ. സോ ഫാർ ഈ 4 ദിവസവും ഇങ്ങനെ എഴുതി ഫുഡൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് ഇത്രയും ദിവസമായിട്ട് വളരെയധികം സക്സസ് ആയിട്ടാണ് പോണത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നുമുണ്ട്. ഇന്നലെ ഞാൻ മാഷ് പൊട്ടേറ്റോ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്കങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. എന്നാലും അതൊക്കെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല എന്തോ ഒരു ഇഷ്ടം തോന്നി. അപ്പോഴേ എനിക്ക് ഇന്നലെ തന്നെ ഫീൽ ചെയ്തു. സാധാരണ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചോറും കറിയും പിന്നെ വെജിറ്റബിളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്കും ഡിന്നറിനും അത് തന്നെ. ഒരാഴ്ച അത് തന്നെ ഫുൾ 2 നേരം അത് തന്നെ ആയിരുന്നു. അപ്പോൾ ചോറ് കഴിച്ച് മടുക്കും, വെറുക്കും ചോറ് കാണുമ്പോഴേക്ക്. പക്ഷെ ഈ ഒരാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചോറ് മൺഡേ രാത്രി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഓഫീസിൽ പോയിട്ടും ട്യൂസ്ഡേ എന്തോ ഞാൻ ലഞ്ചിന് കഴിച്ചു. പിന്നെ അത്ര തന്നെ. അതുകൊണ്ട് ചോറിപ്പോൾ എനിക്ക് എന്തോ ഒരു ചെറിയ രീതിയിൽ മിസ്സിങ് അടിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഐ എം റിയലി എൻജോയിങ് ഇറ്റ്. അപ്പോൾ അതൊക്കെയാണ്. എന്നെ ശരിക്കും തളർന്നിരിക്കട്ടെ. പക്ഷെ 3 ദിവസം ഓഫീസിൽ പോയി തീർത്തു. നാളെ ഇനി വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനമുണ്ട്. ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദ വീക്കെൻഡ്. ഇതാണ് എൻ്റെ സ്നാക്സ്. പിന്നെ ഓറഞ്ചും. അപ്പോൾ ബദാം വന്നിട്ട് ഞാൻ ഇന്നലെ തലേന്ന് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പീൽ ചെയ്ത് ഇന്ന് ഓഫീസിലെടുത്തത്. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ലെറ്റ് മീ ഈറ്റ് ആൻഡ് ദെൻ വർക്ക്. ഇതാണ് എൻ്റെ ഡിന്നർ. ഞാൻ ചിക്കന് പകരം എഗ്ഗ് എടുത്തു. പിന്നെ അവക്കാഡോ സ്മാഷ് ചെയ്ത് ബ്രെഡിൽ തേച്ചിട്ടുണ്ട്. പിന്നെ 2 സ്ലൈസസ് ഞാൻ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുത്തു. ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡേ 5 ഓഫ് ഈറ്റിംഗ് ഹെൽത്തി ആൻഡ് ഈസി ഫുഡ്സ്. നേരിട്ട് പിന്നെ ലേറ്റായി കാരണം ഇന്ന് ഓഫീസിൽ പോകണ്ടല്ലോ.
ബാംഗ്ലൂരിലാണെങ്കിൽ നല്ല രാവിലെ ആകുമ്പോഴേക്കും ഇപ്പം നല്ല ചെറിയ തണുപ്പുണ്ട് കേട്ടോ. അപ്പം നല്ല രസമാണ് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഷീറ്റിനുള്ളിൽ നല്ല പുതച്ച് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് ക്ലൈമറ്റ്. അപ്പം ഇന്ന് അലാം ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും എണീറ്റ് വന്നപ്പോൾ ലേറ്റ് ആയപ്പോൾ എല്ലാം ചടയെന്ന് എണീറ്റ് ലോഗിനൊക്കെ ചെയ്തു, മെയിൽസൊക്കെ ചെക്ക് ചെയ്തു. ഞാൻ ഇന്നലെ തന്നെ മാംഗോസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്മൂത്തി മാംഗോ സ്മൂത്തിയാണ്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, മാംഗോ സ്മൂത്തി. ഇതിൽ ഞാൻ ചിയ സീഡ്സ് ഇട്ടു ആൻഡ് ഒരു ഹാഫ് ആൻ അവർ സോക്ക് ചെയ്യാനും വെച്ചു. ഇപ്പോഴാണ് ഞാൻ കഴിക്കാൻ പോണത്. ടൈം ഒരു 11 മണിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. ഈ വ്ളോഗ് വന്നിട്ട് ഞാൻ നാട്ടിൽ പോയപ്പോൾ കുറച്ച് വിശേഷങ്ങൾ ഞാൻ ക്യാപ്ചർ ചെയ്ത് അതാണ് ഞാൻ കമ്പൈൽ ചെയ്ത് വീഡിയോ ആക്കി ഇട്ടത്. അതിനോ ലേറ്റായി, കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒന്നും സമയം കിട്ടിയില്ല. പിന്നെ കുറച്ച് നാൾ വയ്യാണ്ട് കിടപ്പായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഡിലേ ആയതാണ്. അപ്പോൾ പ്ലീസ് ഡു ചെക്ക് ദിസ് ഔട്ട് ഗൈസ്. ഓക്കെ, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ലഞ്ച് ടൈമായി. ഞാൻ ദാൽ കിച്ചടിയും പിന്നെ അതിൽ കുറച്ച് ക്യാരറ്റും കട്ട് ചെയ്തിട്ടു. പിന്നെ അന്ന് വെച്ച ചിക്കൻ കറിയും കൂടെ ഹീറ്റ് ചെയ്തെടുത്തു. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് മൈ ലഞ്ച് ഫോർ ടുഡേ. ഓട്ടോ വന്നിട്ടുണ്ട്. ഞാൻ പുറത്തു പോകാൻ നിൽക്കുക. തോടെ ആകെയും ഞാനങ്ങനെ കളിക്കുന്ന കുറച്ച് സാധനങ്ങൾ മേടിച്ചു. കുറച്ച് ടോപ്പും ലെഗിൻസൊക്കെ മേടിച്ചു. ഇപ്പം ഞാൻ ഗ്രോസറി സ്റ്റോറിൽ കുറച്ച് സാധനങ്ങൾ റീസ്റ്റോക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വന്നേക്കുക. എനിക്കിവിടുത്തെ ഐസ്ക്രീമിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് പൊട്ടിയാവും, നീ വാങ്ങാൻ തോന്നും. പക്ഷെ ഐ എം റിയലി കൺട്രോളിങ് മൈ സെൽഫ്. ഞാൻ ഇവിടെ KFC വെയിറ്റ് ചെയ്തിരിക്കുക. ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കാണ്. പിന്നെ ഓബ്വിയസ്ലി ഫ്രൈഡേ നൈറ്റ് ആകുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും. ഐ ആം ബാക്ക് ഹോം. ഭയങ്കര ട്രാഫിക്കായിരുന്നു. വാവ്, ഇതിൻ്റെ മണം അടിച്ചിട്ട് തന്നെ നല്ല കൊതിയാവുക. ഇത് കാണുമ്പോഴേക്ക് എങ്ങനെ കഴിക്കാണ്ടിരിക്കുന്നത്. ഞാൻ KFC കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ KFC കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു കഴിച്ചത്. അപ്പോൾ എനിക്ക് ശരിക്കും കൊതിയായി. എൻ്റെ മണം അടിച്ചപ്പോൾ തന്നെ എനിക്ക് കൊതിയായി. ഐ നോ ഇന്ന് ഫുഡ് പ്ലാൻ അനുസരിച്ചിട്ടല്ല പോയത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ സാറ്റർഡേയും സൺഡേയും ഞാൻ ഏതെങ്കിലും ഒരു ടൈം പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നാക്കി. അപ്പോൾ നാളത്തേത് കോമ്പൻസേറ്റ് ചെയ്തല്ലോ. ഗുഡ് മോർണിംഗ്. Welcome to day 6 of eating healthy, easy and non-repetitive foods. ഇന്നത്തെ സീരീസിൽ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. ബിക്കോസ് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ ലേറ്റായി. ഇപ്പോൾ ടൈം 12 മണി ആവാറായിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ മുന്നേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു സ്ട്രേഞ്ച് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. പക്ഷെ മേ ബി കേൾക്കുന്ന ആൾക്കാർക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. പക്ഷെ ഇറ്റ്സ് നോട്ട് സ്ട്രേഞ്ച് ഫോർ മീ. നമ്മൾ ഈ സ്വപ്നങ്ങളൊക്കെ കാണത്തില്ലേ, ചില സ്വപ്നങ്ങൾ നമ്മൾ കൂടുതൽ ചിന്തിപ്പിക്കും, ചില സ്വപ്നങ്ങൾ റാൻഡം ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ ഈ കൂടുതൽ ചിന്തിപ്പിക്കുന്നതും നമുക്ക് രാവിലെ എണീക്കുമ്പോഴേക്ക് അങ്ങനെ സംഭവിച്ചത്, അതെന്താ ഞാൻ ഇങ്ങനെ കണ്ട, അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്ന കുറച്ച് സ്വപ്നങ്ങൾ നമ്മൾ കാണുമല്ലോ. ആ സ്വപ്നങ്ങൾ ഞാൻ എപ്പോഴും എൻ്റെ ബുക്കിൽ അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ ഞാനിങ്ങനെ എഴുതി വെക്കും. അതാകുമ്പോഴേക്ക് ലേറ്റർ ഓൺ ചിലപ്പോൾ നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോഴേക്കും നമ്മൾ ആ സ്വപ്നങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് കണ്ടത്. ചിലപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ നടക്കുന്ന എന്തെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും ഒരു ഐഡിയ തരുന്നതായിരിക്കാം. ഐ ഡോണ്ട് നോ, മേ ബി. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിപ്പിക്കുന്ന ചില സ്വപ്നങ്ങൾ ഞാൻ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. അപ്പോൾ അതിൽ നിന്ന് എഴുതുമായിരുന്നു. അങ്ങനെ എഴുതി വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ 11:30 ആയി. ഞാൻ പല്ലൊക്കെ തേച്ച് ഇപ്പോൾ വന്നേ ഉള്ളൂ. 12 മണി ആവാറായി. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നേരെ ലഞ്ച് കഴിക്കാനാണ് പ്ലാൻ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഞാൻ സ്കിപ്പ് ചെയ്യും കേട്ടോ. എന്തോ ഐ എം സ്റ്റിൽ തിങ്കിങ് അബൌട്ട് ദാറ്റ് ഡ്രീം. കുറച്ച് നേരം നമ്മൾ ആ ഫീലിലിരിക്കുമല്ലോ. ഇപ്പം നമ്മുടെ മനസ്സിലിങ്ങനെ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ആ ഒരു ഫീലിലായിരിക്കും. ഇതാണ് എൻ്റെ ലഞ്ച്. ചപ്പാത്തി റാവ്. അകത്ത് ഞാൻ സോസേജും വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് സോസൊക്കെ ഒഴിച്ച് റോൾ ചെയ്തിട്ടുണ്ട്. ഈ ചപ്പാത്തി പപ്പടം പോലെയായി, പക്ഷെ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ടർക്കിഷ് ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകുമ്പോൾ അപ്പം അതിന് മുന്നേ ഞാൻ ബ്രെഡും എഗ്ഗും ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു.
ജിം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അജ്ഫാനിൽ കയറി. എന്നിട്ട് ഞാൻ കുറച്ച് ഡേറ്റ്സ് മേടിച്ചു, പിന്നെ കുറച്ച് റേസിൻസും മേടിച്ചു. പിന്നെ ഈ മിൻസ് ഞാൻ മേടിച്ചു കേട്ടോ, വെറുതെ കഴിക്കുമ്പോൾ. ഇത് ഞാൻ പണ്ട് ദുബായിൽ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് കോള മിൻസിന് സ്കൂളിൽ ക്യാൻറ്റീൻ കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. അതിൻ്റെ വേറൊരു ഫ്ലേവറും മേടിച്ചു, സ്ട്രോബെറി മിൻസ്. ഇതും നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ട്രൈ ചെയ്തിട്ടില്ല. സോ അത് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചു. ഡിന്നറിൻ്റെ മുന്നേ തൽക്കാലം ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് ജിമ്മിലേക്ക് ഇറങ്ങുക. അപ്പം അതിന് മുന്നേ മുട്ടയും പിന്നെ ഇന്നലെ സോക്ക് ചെയ്ത് വെച്ച ആമൻസും കൂടെ കഴിച്ചിട്ട് പോവുക. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഈ ഫുഡ് പ്ലാൻ സീരീസിൻ്റെ. ഞാനിപ്പോൾ ജിം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. ഇന്നലെ ഡിന്നർ സമയത്ത് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇന്നലെ ഡിന്നറിന് എന്തായിരുന്നു, അന്ന് വന്ന ചിക്കൻ കറി എടുത്തു, പിന്നെ ചപ്പാത്തിയും ദാൽ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഇതിൽ അവക്കാഡോ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ മുട്ട ഫ്രൈ ചെയ്തു, കെച്ചപ്പ് ആൻഡ് ദെൻ ക്യൂക്കമ്പേഴ്സ്. ഞാനിപ്പോൾ കുറേ നാളായി ABC ജ്യൂസ് കുടിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ കുടിക്കാൻ പോകും. ഹലോ, ഞാൻ കുളിച്ച് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തേ ഉള്ളൂ. ഞാൻ ലഞ്ച് കാണിച്ചു തരാം. ഒരു വിയേർഡായിട്ടുള്ള ഒരു ലഞ്ച് കോമ്പിനേഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. മെനിഞ്ഞാന്ന് വാങ്ങിച്ച KFC ചിക്കനാണ്. ഇതൊന്നുകൊണ്ട് തീർക്കണമല്ലോ, അതുകൊണ്ട് അത് എടുത്തതാണ്. പിന്നെ മാഷ് പൊട്ടാറ്റോസ് ഞാൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതപ്പോൾ പിന്നെയും ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്ത് ഉണ്ടാക്കി. പിന്നെ ക്യൂക്കമ്പർ, പിന്നെ ഒരു ചപ്പാത്തി, പിന്നെ KFCനോടൊപ്പം വാങ്ങിച്ച മയോണൈസ്, തന്തൂരി മയോടുണ്ട്. കാണുമ്പോഴേക്കും ഒരുമാതിരി ഒരു വിയേർഡ് ഒരു ലഞ്ച് പോലെ ഇരിപ്പുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഭയങ്കര ഷുഗർ ക്രേവിങ്സ് കേട്ടോ. ലഞ്ച് ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞു, കുറച്ച് നേരമായി. പക്ഷെ എനിക്ക് നല്ല മധുരം കഴിക്കാൻ തോന്നുന്നു. അപ്പോഴേ ഡേറ്റ്സിനെ കുറിച്ച് ഓർമ്മ തന്നെ. ഞാൻ ആദ്യം സ്വിഗ്ഗിയിൽ കയറി ഐസ്ക്രീമോ ചോക്ലേറ്റോ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വെച്ച് വേണ്ട, ഞാൻ കൺട്രോൾ ചെയ്തിരിക്കുക, ഡേറ്റ്സ് കഴിക്കുക. ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ. ചപ്പാത്തിനകത്ത് ഞാൻ സോസേജും മയോവും ഒക്കെ വെച്ച് ഞാൻ റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും പിന്നെ ഒരു ബനാന ഞാൻ സ്റ്റീം ചെയ്തെടുത്തു. ഇതോടെ എൻ്റെ ഫുഡ് പ്ലാൻ സീരീസിൻ്റെ വ്ളോഗ് എൻഡ് ചെയ്യുവാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ എന്തൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് കഴിച്ചത്, അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 1-2 തവണ എനിക്ക് കാണിക്കാൻ പറ്റില്ല, മറന്നുപോയി. പക്ഷെ ബാക്കി എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നെ കൊണ്ട് ഈ ഡെയിലി 3 നേരവും ഞാൻ കഴിക്കുന്നതൊക്കെ എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ സെൽഫ്, ഞാനത് ചെയ്തതിൽ. ഈ ഫുഡ് പ്ലാൻ സീരീസിൻ്റെ ഈ ഫുഡ് പ്ലാൻ ജേർണീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ 3 കാര്യങ്ങളാണ് ഞാൻ പഠിച്ചത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും റെപ്പറ്റേറ്റീവ് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് പറഞ്ഞാൽ ഞാൻ പഠിച്ചു. സെക്കൻഡ് വൺ വന്നിട്ട് ഞാൻ ഒരാഴ്ച തന്നെ എത്രത്തോളമാണ് ഞാൻ ഗ്രോസറിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് എനിക്ക് ഈ ഒരാഴ്ച ഞാൻ ഗ്രോസറീസ് ഒക്കെ വാങ്ങുമ്പോഴേക്കാണ് ഞാൻ ശരിക്കും മനസ്സിലായത്. ഇത്രയും നാളും ഞാൻ ഫ്ലാറ്റിൽ താമസിച്ച് സ്വയമേ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കൊന്നും ഞാൻ എത്രത്തോളമാണ് ഞാൻ ഗ്രോസറിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നൊന്നും ശരിക്കും ഞാൻ കണക്കൊന്നും നോക്കിയിട്ടില്ല. പക്ഷെ ഇത്തവണ ഈ ഒരു 1 വീക്കിൽ ഞാൻ എത്രത്തോളം സ്പെൻഡ് ചെയ്തതെന്ന് ഞാൻ ശരിക്കും നോട്ട് ചെയ്ത് അത് ശരിക്കും ഒരു ഐ ഓപ്പണർ പോലെ ആയിരുന്നു കേട്ടോ എനിക്ക്. കാരണം ഞാൻ ഇതുവരേക്കും ഞാൻ അങ്ങനെ നോട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാങ്ങുന്ന ഗ്രോസറീസ് എല്ലാം എനിക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. ഒന്നും അനാവശ്യമായിട്ട് മേടിച്ചിട്ടില്ല. എല്ലാം ആവശ്യത്തിനും ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസിലും മാത്രം മേടിച്ചിട്ടുള്ളൂ. അതെല്ലാം എനിക്ക് പല പല നേരങ്ങളിലെടുത്ത് സൺഡേ രാത്രിയത്തോടെ ഞാൻ എല്ലാം തീർത്തു. നാളത്തേക്ക് വേണ്ടി ഇനി അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ ഇന്ന് രാത്രി റീസ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എന്ന് വെച്ചാൽ ഫുഡ് ബൾക്കായിട്ട് മേടിക്കാണ്ട് ഞാൻ കുറച്ചുകൂടെ മൈൻഡ്ഫുള്ളായി മേടിക്കാൻ തുടങ്ങിയെന്ന് പോലെ എനിക്ക് തോന്നി കേട്ടോ ഒരു കഴിഞ്ഞ ആഴ്ച. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഈ ഫുഡ് പ്ലാൻ സീരീസിന് ഞാൻ പഠിച്ചത്. ഐ തിങ്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ സ്വയമേ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ താല്പര്യമുള്ളവർക്കും മേ ബി ഈ പ്ലാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ചിലപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ബോറിംഗ് ഫുഡ്സ് ഒന്നും കഴിക്കേണ്ടി വരത്തില്ല. ഒരാഴ്ച തന്നെ ഫുൾ നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ വീക്കെൻഡിൽ ഞാൻ ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഫുൾ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അത് തന്നെയായിരുന്നു ഫുൾ 1 വീക്ക് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും ഭയങ്കര മടുക്കുമല്ലോ ഫുഡിനോട് തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു മടുപ്പില്ല. അപ്പോൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ പിൻട്രസ്റ്റിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ കുറേ ഈസി കുട്ടി കുട്ടി റെസിപ്പീസ് ഒക്കെ കാണും. ജസ്റ്റ് ദാറ്റ് നമ്മൾ ഡെയിലി ഒരു 15-20 മിനിറ്റ്സ് നമ്മൾ കിച്ചണിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടൈം ഉള്ളവർക്കും അത് ഇൻവെസ്റ്റ് ചെയ്യാൻ, അത്രയും ടൈം കിച്ചണിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇങ്ങനെ തന്നെ ഫുഡൊക്കെ പ്ലാൻ ചെയ്ത് ഒരാഴ്ചത്തേക്ക് വേണ്ടി ഫുഡൊക്കെ പ്ലാൻ ചെയ്ത് കഴിക്കാവുന്നതാണ്. എത്ര ആൾക്കാർക്ക് വർക്കാവുമെന്ന് അറിയത്തില്ല. എനിക്ക് വർക്കായത് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കാവണമെന്നില്ല. ഓരോ ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആണ്. പിന്നെ ഓരോ ടൈം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതും എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ടോട്ടലി അപ് ടു യു. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇതോടെ എൻഡ് ചെയ്യുവാണ്. താങ്ക് യു സോ മച്ച് എൻ്റെ ഈ ഫുഡ് പ്ലാൻ സീരീസ് വ്ളോഗ് കണ്ടതിൽ. അപ്പോൾ എൻ്റെ ഈ സെയിം യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്. അതിൽ ഞാൻ ഈ ഡെയിലി നടക്കുന്ന ഇങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റോറീസ് വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു ഫോളോ ദ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഓൾസോ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. See you in the next vlog.